നമ്മുടെ നാട്ടിൽ ഏത് സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ മുഖ്യമന്ത്രിയെ വേണമെങ്കിലും ജയിലിലിടാം. അതാ പറയുന്നത് പാവാട നിയമങ്ങളാണ് അതൊക്കെ. പാവാട നിയമങ്ങൾ. കാരണം ഒരു സ്ത്രീ എന്ത് ചെന്ന് പറഞ്ഞാലും, കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയും ഉമ്മൻചാണ്ടി. അതെ അതെ അതെ. ഉമ്മൻചാണ്ടിയെ ഒരു സ്ത്രീ വിചാരിച്ച് കുടുക്കിയതാണ്. അത് ജയിലിലിട്ടില്ലെങ്കിലും ഒരു സ്ത്രീ വിചാരിച്ച് പദവിയിൽ നിന്ന് വരെ ഇറങ്ങേണ്ടി വന്നു. പുള്ളിയെ മാനസികമായിട്ട് തന്നെ തളർത്തി. അതാ പറഞ്ഞ, ഒരു സ്ത്രീ വിചാരിച്ചാൽ നമുക്ക് നമ്മളെ ഒരു തകർക്കാൻ പറ്റും. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും പോരായ്മ. നമ്മൾ പറയുന്ന കണക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുരുഷന്മാര് ചെറിയൊരു കർച്ചീഫിന്റെ അത്രയുള്ള ഒരു തുണി ഇട്ടുകൊണ്ട് നാണം മറയ്ക്കാനായിട്ട് പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങണം. അതെ. ഇറങ്ങുമ്പോൾ സ്ത്രീകൾ എന്തോ പരാതിപ്പെടുന്നത്, സ്ത്രീകൾ ഒന്നാകെ അവര് നിന്നിട്ട് പരാതിപ്പെടുമല്ലോ. അയ്യോ, ഞങ്ങൾക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പോയി പരാതിപ്പെടും. ഞങ്ങൾക്ക് നാണക്കേടാണ്, ഞങ്ങളുടെ പിള്ളേർക്ക് വെളിയിറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അവിടെ തെറ്റുകാരൻ പുരുഷനാണ്. അതെ, അവിടെ തെറ്റുകാരൻ പുരുഷൻ. തിരിച്ച് ഒരു സ്ത്രീ ഇതേ കണക്ക് ഡ്രസ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പുരുഷൻ പോയി പരാതിപ്പെടുവോ? ഒന്നുമില്ല. ഞങ്ങൾക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് പരാതിപ്പെടാൻ പറ്റത്തില്ല. പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവനെതിരെ കേസാവും. അതാണ് അപ്പോൾ ഡ്രസ് ഇടുന്നതിനും ആരെങ്കിലും കമന്റ് പറഞ്ഞാൽ എന്താ ഇത്ര തെറ്റ് ഇല്ലേ? ആ ഡ്രസ് ഇടാൻ അത്ര ചങ്കൂറ്റമുള്ളവരാണ് ഒരു കർച്ചീഫിന്റെ അത്ര ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. സത്യം. ആ കർച്ചീഫിന്റെ അത്രയും ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കാൻ അവർക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ കമന്റ് ഒക്കെ കേൾക്കാൻ അവർ തയ്യാറാവണ്ടേ? എന്റെ പൊന്നോ, സത്യമായിട്ടും. കാരണം ഇവിടെ പുരുഷന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അതെ അതെ, പുരുഷൻ ഒന്നും ഒറ്റപ്പെട്ട് പുരുഷൻ എന്ത് കാണിച്ചാലും കേസാണ്. ഇപ്പൊ പറയുന്നത്, നമ്മളിപ്പോ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവര് നേരെ വെളുക്കുന്നതിന് മുമ്പ് എത്തി അറസ്റ്റും ചെയ്തു. വേറെ എത്രയോ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ആൾക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ഗൂഢാലോചനയാ. പിന്നെ ഇതണക്ക് തന്നെ ഈ മുകേഷ് ഒരു കുറ്റം ചെയ്തു. മുകേഷിനെ ഏതെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യാൻ നടന്നു? പൊളിക്കും. അപ്പം ഇവരുടെ ഭരണം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്ക് എന്ത് തോന്നിയാസമാകാം. അവരുടെ കൂടെ നിൽക്കുന്നവരെ അവർ സംരക്ഷിച്ചിരിക്കും, യാതൊരു സംശയമില്ല. അതേ തന്നെ ഈ പെണ്ണുങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തിലെ പിള്ളേരെ വഴി തെറ്റിക്കുന്നത്. സംശയമുണ്ടോ? നമ്പ്യാര്, അതെ, രശ്മി നായർ അടിവസ്ത്രം ഇട്ടോണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിള്ളേർ കാണാതിരിക്കാൻ പറ്റുമോ? പിള്ളേർ നമുക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറ. ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുമോ? ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുമോ? ഇവര് അടിവസ്ത്രം ഇട്ടുണ്ടെന്നുള്ള ഫോട്ടോയും വീഡിയോ ആണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പോലീസുകാരോട് ഒരു ചോദ്യം ചോദിക്കാം. ഇതൊന്നും സൈബർ കുറ്റമല്ലേ? അതെ, ഇതൊന്നും നിങ്ങളാരും കാണുന്നില്ല. അപ്പൊ നാളെ വരുന്ന തലമുറ ഇതൊന്നും കണ്ടല്ലേ ഇതെന്ന്. പിന്നെ ഇതിനെവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് സ്ട്രീറ്റ് അർജന്റ് ആണ് കേരളത്തിൽ. സെക്സ് ദാരിദ്ര്യം നല്ല പോണം നമ്മുടെ കേരളത്തിൽ. ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് നല്ല കണക്ക്. അപ്പൊ അത് മാറ്റാൻ ഇതൊക്കെ ഒരു റെഡ് സ്ട്രീറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പിന്നെ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് നമ്മൾ കമന്റ് പറയുന്നത് ഇവരുടെ കടിയൊക്കെ അങ്ങ് മാറും. അതാണ് ഏറ്റവും വലിയ. ഇതിനകത്ത് ബാഡ് കമന്റ് ഇടുന്നവരല്ലേ ഈ കടിയുള്ളവരെ. കാരണം ഇവർക്ക് ആർക്കും ഒന്നും കിട്ടുന്നില്ല. അതിന്റെ കഴപ്പാണ് ഈ കമന്റ് വന്നിരുന്നവർ. അതെ അതെ. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു സാമൂഹികമായിട്ടൊരു ജീവിതത്തിൽ അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ സർക്കാർ മുൻകൈ എടുത്ത് ചെയ്യണം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ മുസ്ലിങ്ങള് തീവ്രവാദിയാന്ന് പറഞ്ഞല്ലോ PC ജോർജ്. പറഞ്ഞു നടന്ന് പിന്നെ അയാൾ മാപ്പും പറഞ്ഞു. എന്തുകൊണ്ട് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? അയാൾക്ക് എടുക്കത്തില്ലല്ലോ. അയാൾക്കെതിരെ ഒരു പോലീസും ആക്ഷൻ എടുക്കുന്നില്ല, ഒരു കോടതിയും എടുക്കുന്നില്ല, ഒരു ആഭ്യന്തരവും പറയുന്നില്ല എടുക്കാൻ. ഇപ്പൊ ഭരണത്തിരിക്കുന്നവർ ഇവരൊക്കെ ആയിട്ട് ഒരു അന്തർധാരയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. കാരണം അവരൊന്നും പറയുന്നില്ല എടുക്കാൻ. ഈ പറയുന്ന വേറെ ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയി പാരാത്രി വേണമെങ്കിൽ ഓടിപ്പോയി. പിന്നെ PC ജോർജ് എന്നുള്ള പേര് മാറ്റി PV അൻവർ എന്നായിരുന്നെങ്കിലോ എപ്പോഴേ അറസ്റ്റ് ചെയ്ത് തിരിച്ചാലും അപ്പൊ കാണിക്കുന്നവർക്ക്, ബന്ധമുള്ളവർക്ക്, ഈ ആഭ്യന്തരമായിട്ട് ബന്ധം. ഇപ്പൊ PC ജോർജിനെ കുടുക്കി കഴിഞ്ഞാല് ആ പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്നും മിണ്ടാത്തത്. അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? നമ്മളെ കണക്കുള്ള ആൾക്കാർക്ക് നീതി ഉണ്ടോ? നീതി മനസ്സിലാക്കേണ്ട കൂടെ ഉള്ളവനെ ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിയും. അതെ. അപ്പൊ അവർക്ക് പ്രയോജനമുള്ളവരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് പറ്റും. സാധാരണക്കാരൻ ഒരു കേസുമായിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോട്ടെ, അവന്റെ കേസ് പോലും ഫയൽ പോലും അടക്കാൻ മതി. ഇപ്പൊ നമ്മളെ ഈ സാധാരണ ഒരു സ്ത്രീയാ, അവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം എത്തുന്നു വെച്ചു, അവര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ എന്തെങ്കിലും ആവോ? ഒരു സാധാരണ പാവപ്പെട്ട ഒരാൾ വന്ന് വേറെ എന്തെങ്കിലും കേസ് കൊടുത്താൽ എന്തെങ്കിലും ആവോ? അപ്പൊ ഇവരെ കണക്കുള്ള ആൾക്കാർ കേസ്. ഇപ്പൊ നടി മുഖ്യമന്ത്രിയെ കണ്ട് DGP പോയി കണ്ടപ്പോ അടുത്ത ദിവസം അറസ്റ്റ് ഉണ്ടായി. ബാക്കി എത്രയോ പേര് നീതി കിട്ടാതെ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. എത്രയോ പാവപ്പെട്ടവരുണ്ട്. എത്രയോ പാവപ്പെട്ടവർക്ക് ഒന്നും കിട്ടാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ സാധാരണ പൊതുജനങ്ങൾക്ക് ഇതൊക്കെ ഒരു ബിസിനസ് ആണെന്ന് മറന്നു അറിയുന്നില്ല. അതായത് ഒരു പടം റിലീസ് ആവാൻ പോകുന്നു, അതിന് മുന്നോടിയായിട്ട് ഇവളുടെ പേര് ഇങ്ങനെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കൂടാലോചന പ്രൊമോഷന്റെ ഭാഗം. ഈ പറയുന്ന നടി ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും 10 പൈസയുടെ കാശ് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ആരും അറിഞ്ഞിട്ടുമില്ല. ഇവരൊക്കെ ഈ നടിമാരൊക്കെ കാശ് കൊടുത്താലും പബ്ലിസിറ്റി ആക്കുമല്ലോ അവർക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടി. അതും കൊടുക്കുന്നില്ല. ഈ പറയുന്ന ബോച്ച ഇങ്ങനത്തെ ഡൗൺ മീനിങ് പറഞ്ഞ് തോന്നിയവാസമൊക്കെ പറയുന്നുണ്ട് അയാൾ. പക്ഷെ അയാൾ എത്ര പാവപ്പെട്ടവർക്ക് സഹായിച്ചിട്ടുണ്ട്. വയനാട് സംഭവത്തിന് എത്ര 100 പേർക്ക് വീട് വെച്ച സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞല്ലേ? ഇതൊക്കെ പുള്ളി നമ്മൾ ന്യായീകരിച്ച് പറയല്ല. പുള്ളി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ത് തോന്നിയാസം പറയാന്നല്ല. പക്ഷെ ഈ പറയുന്ന നടി അതും കുന്തി ദേവി എന്ന് വിളിച്ചതിന് ഇങ്ങനൊക്കെ പറഞ്ഞു. അപ്പൊ കുന്തി ദേവി എന്ന് വിളിക്കുന്നതിന് ഇങ്ങനെ കേസ് എടുത്ത് ഇത് യഥാർത്ഥത്തിൽ ഈ ജയിലാവേണ്ടത് ആക്കിയതാണ് സർക്കാരും പോലീസുകാരുടെ ജയിലാക്കിയതാണ്. ഒരു പുകമറ സൃഷ്ടിച്ചതാ. അതിനു വേണ്ടി
പലതിനും പല കാര്യത്തിനും വേണ്ടി ഇപ്പൊ ബി വി അൻവറിന്റെ കേസ് കേട്ടായാലും പി സി ജോർജിന്റെ ആയാലും ഇതെല്ലാം അവർ മറയണ്ട. ഇതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താ അറിയാം, മറ്റേ 4 പേരെ ഇപ്പം ജയിൽ മോചിതനാക്കി വെറുതെ വിട്ട് അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പിണറായി വിജയന്റെ ആൾക്കാരൊക്കെ കാണിക്കുന്നത്. നമ്മള് വെറും പൊട്ടന്മാര്, അതേ ഉള്ളൂ. നമ്മള് വെറും പൊട്ടര്. ഈ കാണുന്ന നിങ്ങളും പൊട്ടര്, ഈ കാണുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഞങ്ങളും പൊട്ടര് തന്നെ. വായിട്ട് അലച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ഞങ്ങൾ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങി. ഈ വെറുതെ വായിട്ട് കുറച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങളും കേട്ടിട്ട് നിങ്ങൾക്കും ഒരു രസം, അതേ ഉള്ളൂ. ഇപ്പൊ നടന്നു പോകുന്നുള്ളൂ, അല്ലാതെ ഒരു പ്രയോജനമില്ല. ഇവന്മാരുടെയൊക്കെ ഈ തോന്നിവാസം മാറണമെങ്കിൽ നമ്മൾ വിചാരിക്കണം, നമ്മൾ ജനങ്ങൾ യഥാർത്ഥ രാജാക്കന്മാര്. ഇവന്മാരെ നമ്മൾ വോട്ട് ചെയ്ത് എന്ന് വെച്ചാൽ വോട്ട് കുത്തി നമ്മുടെ ജോലിക്കാരവരൊക്കെ മറ്റേ ജയസൂര്യ പറഞ്ഞാണ്, നമ്മളെ പണിക്കാരാണ് ഈ മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും MLA മാരായാലും. വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് പണിക്ക് നിർത്തിയേക്കുവാണ്. അതേ കണ്ട് തൊഴിലുകൊണ്ട് കാര്യമില്ല. നമ്മളാണ് മുതലാളിമാര്, നമ്മളാണ് രാജാക്കന്മാര്. നമ്മുടെ ഇതില്ല ഏൽപ്പിച്ച് നമ്മൾ കൊടുക്കുന്ന പൈസയിൽ തന്നെ അവര് ശമ്പളം പറ്റുന്നത്. അപ്പൊ നമ്മളാണ് രാജാക്കന്മാര്, ഇവര് വെറും ജോലിക്കാരാ. ആ രീതിയിലേ കാണാവുള്ളൂ. ഇവന്മാരൊക്കെ എന്തെങ്കിലും ഇപ്പൊ പലവരും പല കാര്യങ്ങളും പറയാൻ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ സംസാരിക്കാനുള്ള കാര്യം സംസാരിക്കുക. അല്ല നിങ്ങളെ കണക്കുള്ള ആൾക്കാരായാലും എല്ലാവരും ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. ഇവന്മാര് വീണ്ടും ഭരണത്തിൽ വരികയും ചെയ്യും, ഇതിനപ്പുറം കാണിക്കുകയും ചെയ്യും. എത്ര പേരെ കൊന്നൊടുക്കിയേക്കുന്ന രാഷ്ട്രീയക്കാർ, എത്ര പേരെ കൊന്നൊടുക്കിയിട്ട് നിസ്സാരമായിട്ട് ഇറങ്ങി വരുന്നത്. ഇവരുടെയൊക്കെ ടീം എന്ന് വെച്ചാൽ ആരെയും കൊന്നിട്ടായാലും കള്ളക്കേസിൽ വേറെ ജയിലിൽ പോകാൻ വേണ്ടി വരെ ആൾക്കാർ കാണും. അതാ ഇപ്പൊ നടന്നു വരുന്നത്. പൈസ ഉണ്ടെങ്കിൽ എന്തും പറ്റുമല്ലോ, പൈസയുടെ പുറത്തില്ല കാര്യങ്ങൾ. ഇപ്പൊ തന്നെ നാളെ ഒരു സമയത്ത് ഞങ്ങളെ അകത്താക്കിയാൽ നമ്മളെ ഇറക്കാൻ പോലും ആരും കാണത്തില്ല. വീട്ടുകാരല്ലാതെ വേറൊരാൾ കാണത്തില്ല. ലൈക്ക് അടിക്കുന്ന നിങ്ങളോ കമന്റ് അടിക്കുന്ന നിങ്ങളോ ആരും കാണത്തില്ല. അത് നമുക്കറിയാം. കാരണം അത് ആദ്യത്തെ വട്ടം പോലീസ് പിടിച്ചപ്പോൾ തന്നെ മനസ്സിലായതാ. കാരണം ഫോൺ പോലും ഇതുവരെ കിട്ടിയില്ല. ഒരു വക്കീലിനെ ആദ്യം ഫോൺ എടുക്കാൻ ഏൽപ്പിച്ചപ്പം അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പൊ അതുകൊണ്ട് അതുപോലും നമുക്കിപ്പം കിട്ടാത്തൊരവസ്ഥയായി. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമുക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ വന്നാലോ നമുക്ക് എന്തെങ്കിലും ഒരു അതേ പറഞ്ഞ എന്തെങ്കിലും പറയാൻ വരുന്നതിന്റെ വായടയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ അജണ്ട. ഇതിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് വന്നാൽ പോലും നമ്മളെ എന്തൊരു വരട്ടായിരുന്നു, ഭയങ്കര വരട്ടില്ലായിരുന്നു. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രശ്നം വന്നാലോ ഒരു മുൻകൂർ ജാമ്യം എടുക്കാനോ ഒരു കേസ് പറയാനോ വക്കീലിനെ കൊടുക്കാനോ കാശില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. എന്നിട്ട് കാശില്ലാഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും തുറന്നു പറയുന്നത് വെച്ചാൽ ജനിച്ചാൽ ഒരു നാൾ മരിക്കും അത്രയെന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. അപ്പം നിയമം എല്ലാവർക്കും ഒരേ കണക്കാക്കണം. ഈ പെണ്ണിനും ആണിനും ഒരേ നിയമം ആക്കണം. ഇത് പെണ്ണിന് വേറെ നിയമം, ആണിന് വേറെ. നമുക്ക് ഷർട്ടൂരി നടന്നാൽ റോഡിൽ കൂടെ നടന്നാൽ എനിക്കെതിരെ കേസ്. പെണ്ണല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലെത്തിയാലും കോടതിയിൽ കേസ് കൊടുക്കും, ആരെങ്കിലും കേസ് കൊടുക്കും. ഇപ്പൊ പെണ്ണ് നടന്നാൽ പെണ്ണിനെ നോക്കിയാ കുറ്റം. 2 നിയമം കൊണ്ടുവരണം. ഇവിടെ മെയിനായിട്ട് ഇവിടെ വേണ്ടത് ഒന്ന് ലൈംഗികമായിട്ടുള്ള ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടി ഒരു റെസ്ട്രീറ്റ് വേണം, അത്യാവശ്യം നിയമപരമായിട്ടുള്ള. കാരണം അങ്ങനെ ആകുമ്പോഴത്തേന് ഒരുപാട് കടികൾ കുറയും, കുറെ ആണുങ്ങളുടെ കടികൾ കുറയും, അങ്ങോട്ടൊക്കെ പൊയ്ക്കോട്ടെ, അത് കുറയും. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ ഇടുന്ന കുറെ അവളുമാരുണ്ട്, ഈ നില നമ്പ്യാർ അങ്ങനെ കുറെ പേരുണ്ടല്ലോ. അവരുടെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇടുന്നത് ഫ്രീസ് ചെയ്ത് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കണ്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ വീണ്ടും ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കും, ലൈംഗിക ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരു വികാരം ഉണ്ടാവും, അവർക്ക് ഇത് എന്താണെന്ന് അറിയണം. അങ്ങനെ ഉണ്ടാകും. പിന്നെ 3 എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമം എന്നൊക്കെ പറയുന്നത്. തുല്യത എന്ന് പറയുന്നത്, പക്ഷെ തുല്യതയില്ല, തുല്യത കൊണ്ടുപോകണം. കാരണം പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് തോന്നിയാസം കാണിച്ചാലും ഒന്നും നേക്കാതെ പിടിച്ചകത്തിടുക. അകത്തിട്ട് പിന്നെ ആയിരിക്കും അതിന്റെ പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. നീ പറഞ്ഞ ഉദാഹരണം പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറയാം. അവസാനം കേസ് തെളിഞ്ഞപ്പോൾ ഒന്നും ഇല്ലാന്ന് മനസ്സിലായി. ആ മനുഷ്യനെ വെറുതെ കഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന കണക്ക് ഓരോ കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇല്ലേ? അതെ, നമുക്ക് ഈ 3 കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പൊ ഓക്കെ.